ഈ വീഡിയോയിൽ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ റെയർ എർത്ത് എലമെന്റ്സ് അല്ല, പാകിസ്ഥാന്റെ റെയർ എർത്ത് എലമെന്റ്സ്. കാരണം വേറെ ഒന്നുമില്ല, ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്കാം, നോക്കിക്കോളൂ. ഈ ഫോട്ടോയിൽ ഷഹബാസ് ഷെരീഫും പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറും രണ്ടുപേരും ഒരു ബോക്സ് ഇങ്ങനെ തുറന്ന് കാണിക്കുകയാണ്. മനസ്സിലായോ? പഴയ സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കും, പാറക്കല്ലുകളൊക്കെ എവിടെന്നെങ്കിലൊക്കെ പറക്കൊണ്ട് വന്നിട്ട് സാർ ഇത് നോക്കൂ, ഇത് ഡയമണ്ട് ആണെന്നൊക്കെ കാണിച്ച് പല സിനിമ സീനുകളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും ഒരു 5-6 പാറക്കല്ലുകൾ പിറക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്, കഷ്ണങ്ങൾ. അതൊക്കെ എടുത്ത് ഈ ബാഗിൽ വെച്ച് സെറ്റപ്പ് ആയിട്ട് നല്ല വെൽവെറ്റ് ക്ലോത്ത് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വെച്ച് അടച്ചി പെട്ടിയിൽ വെച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ക്ലിയറൻസ് ഒക്കെ കിട്ടി ഇവർ നേരെ കൊണ്ടുപോയി. അപ്പൊ അതാണ് തുറന്ന് ഇവർ ട്രംപിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാണിച്ചിങ്ങനെ ഡിസ്കസ് ചെയ്യാണ്, കണ്ടോ പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ ഉള്ളത്, ഇതെല്ലാം കംപ്ലീറ്റ് മിനറൽസ് ആണ്. അപ്പം പാകിസ്ഥാന്റെ ഉള്ളിലുള്ള മിനറലുകളെ ഇങ്ങനെ തൂക്കി വിൽക്കുകയാണ്. അത് പാകിസ്ഥാൻ വിൽപ്പനയ്ക്ക്, അതാണ് സംഭവം. പാകിസ്ഥാനെ വിൽക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ് വൈറ്റ് ഹൗസിൽ. ഈ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ അങ്ങോട്ട് അപ്പോയിന്റ്മെന്റ് വിളിച്ച് ചോദിച്ച് എടുത്ത് പോയതാണ് ട്രംപിനെ കാണാൻ. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. അല്ലാതെ പാകിസ്ഥാനെ അമേരിക്ക ക്ഷണിച്ചതല്ല. പാകിസ്ഥാന് നല്ല ലോബിയിങ് ഉണ്ട്, നല്ല പൈസ മുടക്കി ട്രംപിന്റെ ഇലക്ഷന്റെ ടൈമിൽ തന്നെ പാകിസ്ഥാൻ ലോബിയിങ് നടത്തി ട്രംപിന് പൈസ കൊടുത്തിട്ടുണ്ട്. ആ വാർത്തകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പലതവണയായിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ലോബിയിങ് വളരെ ശക്തമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് അവർക്ക് ഈ രീതിയിലുള്ള ആക്സസ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇവര് അങ്ങോട്ട് ചോദിച്ച് ഇടിച്ചു കയറി അങ്ങോട്ട് പോയതാണ്. ഇവർ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ സംഭവം എന്താണെന്ന് വെച്ചാല് മിനറൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ സാമ്പിൾ കാണിക്കാൻ പോയതാണ്. ഞങ്ങളുടെ അവിടെ മിനറൽ ഉണ്ട്, ഇതാ കല്ല്, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെ കൊടുത്ത് പരിശോധിച്ചോ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പൈസകൾ അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ ഒന്ന് തരിക. കാരണം ഞങ്ങളിപ്പോ IMF ഏതാണ്ട് 170 ബില്യൺ ഡീഫോൾട്ടായി കിടക്കുകയാണ്, അടയ്ക്കാൻ പൈസയില്ല. അപ്പൊ അതുകൊണ്ട് ഈ കല്ലുകൾ എടുത്തിട്ട് താങ്കൾ എങ്ങനെയെങ്കിലും പാകിസ്ഥാനെ ഒന്ന് ഏറ്റെടുക്കണമെന്ന് പറയാൻ വേണ്ടി പോയതാണ്. കാരണം ചൈനയാണെങ്കിൽ ഇപ്പൊ പൈസയൊന്നും കൊടുക്കുന്നില്ല, കൊടുത്ത പൈസക്കുള്ള കണക്ക് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ അടുത്ത് വാങ് യി, ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ, ഡയറക്റ്റായിട്ട് ചോദിച്ചാണ്, ഞങ്ങൾ പൈസ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്, പക്ഷെ പണി നടന്നിട്ടില്ല, ഒന്നെങ്കിൽ ആ പൈസ തിരിച്ചു തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ അനുവദിക്കണം. ഇത് വളരെ ഓപ്പൺ ആയിട്ട് ചോദിച്ചാണ്. അപ്പൊ ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. മണി ഈസ് ദെയർ എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഏത് രാജ്യത്ത് പോയാലും അപമാനിക്കപ്പെടുന്നുണ്ട് തകൃതിയായിട്ട് പാകിസ്ഥാനികൾ. അത് 100% ഉറപ്പാണ്. ഇത് നമ്മൾ അങ്ങോട്ട് പറയുന്നതല്ല, അവർ നടത്തിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ. പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.6 ട്രില്യൺ ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് പാകിസ്ഥാൻ പറയുന്നതാണ് കേട്ടോ. അതായത് അസീം മുനീർ പറയുന്നത്, ഞാൻ ഇന്ത്യയെ മറികടക്കുന്ന രീതിയിലുള്ള സ്വത്ത് സമ്പാദിച്ച് തരും പാകിസ്ഥാനിൽ. അതായത് പൊതുജനങ്ങളെ പറ്റിക്കുക. പാകിസ്ഥാൻ കാലങ്ങളായിട്ട് അവിടുത്തെ പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇത്ര ടൺ കണക്കിൽ സ്വർണം ഇവിടെ അടിയിൽ കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്, അതുപോലെ പലതരത്തിലുള്ള അസറ്റുകൾ നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണം, ഇവർക്ക് കസേരയിൽ ഇരുന്ന് സുഖമായിട്ട് തിന്നണം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കള്ളങ്ങളുണ്ടോ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധനാണ് അസീം മുനീർ. പൊതുവിലെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ ഇയാൾ നമ്പർ 1 ആണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അതായത് പുള്ളിയുടെ ആ ഒരു ഒഫീഷ്യൽ ഡെസിഗ്നേറ്ററി പീരീഡിൽ തന്നെ കശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുമെന്നാണ് പുള്ളിക്കാരൻ ശപഥം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന 10 വർഷമല്ല, വളരെ വൈകാതെ തന്നെ ഒരു യുദ്ധം പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ 3.6 ട്രില്യൺ എസ്റ്റിമേറ്റ് റെയർ എർത്ത് എലമെന്റ്സിന് പുള്ളിക്കാരൻ പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് 75% ഈ സ്ഥലം ബലൂചിസ്ഥാന്റെ ഉള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് ബലൂചിസ്ഥാന്റെ കൺട്രോളിലുള്ള സ്ഥലത്തിൽ ഇപ്പൊ ഈ അസീം മുനീറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നനഞ്ഞ പടക്കം മാത്രമാണ് അസീം മുനീർ. ബാക്കിയുള്ള 25% മാത്രമാണ് ഈ സിന്ധ്, പഞ്ചാബ്, ഖൈബർ ഈ മേഖലയിലൊക്കെ ഉള്ളത്. അതിൽ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ അസീം മുനീറിന് ഇനി പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ പഞ്ചാബിലും സിന്ധ് പ്രൊവിൻസിലുമുള്ള ബാക്കി എന്തെങ്കിലും ഒരു 10-15% ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിലുപരിയായിട്ട് മേജർ പോർഷനിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഈ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള റെയർ എർത്ത് എലമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആന്റിമോണി നമ്പർ 1, രണ്ടാമത് കോപ്പർ, മൂന്നാമത് ഗോൾഡ്, നാലാമത് ടങ്സ്റ്റൺ, അഞ്ചാമത് കൊബാൾട്ട്. ഇതാണ് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള റെയർ എർത്ത് എലമെന്റ്സ്. അവിടുത്തെ റോക്ക് സെഡിമെന്റ്സ് ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിലുപരിയായിട്ട് റോക്ക് സോൾട്ട് അവിടെ കിട്ടും, അതും അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് 15 മില്യൺ ഔൺസ് ഗോൾഡ് പാകിസ്ഥാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 15 മില്യൺ ഔൺസ് ഗോൾഡ്. അതുപോലെ 400 മില്യന്റെ കോപ്പറും അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഇപ്പം അമേരിക്ക അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ട്രംപ് വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ഇവരെയൊക്കെ വരൂ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ ഇരയാണ് എന്നുള്ള രീതിയിൽ ട്രംപ് ഇവരെ അങ്ങ് വെൽക്കം ചെയ്ത് വൈറ്റ് ഹൗസിൽ ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിരിക്കുന്നത്.
അപ്പൊ ഇതിലേക്ക് ഇപ്പം ട്രംപിനും കൂടി താല്പര്യമുള്ള ട്രംപിന്റെ ഫാമിലി മെമ്പേഴ്സിനും ട്രംപിന്റെ ഫ്രണ്ട്സ് സർക്കിളിലുമുള്ള അമേരിക്കയിൽ മൈനിങ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട അതേ ലെവലിലുള്ള ആ കമ്പനികളെയാണ്, അതായത് ട്രംപിന് സ്വാധീനമുള്ള പ്രൈവറ്റ് കമ്പനികളെയാണ് ഇത് ഏൽപ്പിക്കാൻ പോകുന്നത് ഈ മൈനിങ് പാകിസ്ഥാന്റെ ഉള്ളിൽ. ഇനി ഒന്നേന്ന് തുടങ്ങണം. ഇവിടെ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കുത്തി ഇളക്കി പരിശോധിച്ച് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ല പാകിസ്ഥാൻ ഇതുവരെ ഇന്നതുണ്ട് ഇന്നതില്ല എന്നൊന്നും അവിടെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ ആകെ കൂടിയുള്ള ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കനേഡിയൻ ഗോൾഡ് കമ്പനി 50% സ്റ്റേക്ക് സ്വന്തമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഗോൾഡ് മൈനിങ് കമ്പനി, ബാരിക് ഗോൾഡ് എന്നാണ് ഒരു കമ്പനിയുടെ പേര്. ഈ കമ്പനി അവിടെ വന്നതുകൊണ്ടാണ് പല രാജ്യങ്ങൾക്കും അമേരിക്ക പോലത്തെ, സൗദി അറേബ്യ പോലത്തെ പല രാജ്യങ്ങളും ഇപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മിനറൽ റിച്ച് ഉണ്ടോ ഒരു ഡൗട്ട്. ആ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള കമ്പനികൾക്ക് ഇപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി ആലോചിക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ വിചാരിക്കുന്നത് നമ്മൾ ഇതോടുകൂടി ഭയങ്കര റിച്ച് ആയി കളയാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഈ കരാറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഔട്ട്സോഴ്സിംഗ് കമ്പനികളാണ്. ഈ കമ്പനികളാണ് ഫുൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച ഇവർക്ക് കൊടുക്കുമായിരിക്കും. അതിലുപരിയായിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളെ എങ്ങനെയാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ ചുരണ്ടി എടുത്തുകൊണ്ട് പോയത്, അതേ അവസ്ഥ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ. ഇപ്പൊ പുതിയ ആഫ്രിക്കയാണ് പാകിസ്ഥാൻ. ആഫ്രിക്കക്കാർക്കാണെങ്കിൽ തിരിച്ചറിവുള്ള ഒരു ഭരണാധികാരിയായിട്ടുള്ള ബുർക്കിനോ ഫാസോയുടെ ഇബ്രാഹിം ട്രാവറെ പോലത്തെ നേതാവെങ്കിലും ഉണ്ടായി, ഇത്തിരി വൈകിയെങ്കിലും. പാകിസ്ഥാന് അതും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ്, ഗതികേട്. ഇപ്പൊ US ഒരു പോസിബിൾ ബഡ്ജറ്റ് ഒരു 400 മുതൽ 500 മില്യൺ, അതാണ് പ്രാഥമികമായിട്ടുള്ള ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ ഇപ്പൊ അവിടെ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. അതായത് എന്തൊക്കെ ഉണ്ട് പ്രാഥമികമായിട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം എന്നാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും, ഒരു സൈഡിൽ ചൈനയെ കുതിപ്പിക്കുക, മറ്റൊരു സൈഡിൽ അമേരിക്കയെ പറഞ്ഞു പറ്റിക്കുക. ട്രംപ് ശരിക്കും അവിടെ പോയി പരിശോധിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മണ്ടനായിരുന്നോ അല്ലെങ്കിൽ ബുദ്ധിമാനായിരുന്നോ ട്രംപ് എന്നുള്ള തിരിച്ചറിവ് ട്രംപിന് കിട്ടാനുള്ളത്. ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാടി വീഴുന്നത് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഏതാണ്ട് 17 തരം ക്രിട്ടിക്കൽ എലമെന്റ്സ് ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. അല്ല അമേരിക്കയുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ വരെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന എലമെന്റ്സ് ആണ് ഈ 17 എണ്ണവും. അപ്പൊ ചൈനയ്ക്ക് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ അമേരിക്ക പല മേഖലകളിലും അന്വേഷിക്കുന്നുണ്ട് ഈ റെയർ എർത്ത് എലമെന്റ്സ്. പിന്നെ ഇത് അത്ര എളുപ്പമല്ല, പെട്ടെന്ന് എടുത്തങ്ങ് പൊടി തട്ടി കൊണ്ടുപോകാൻ മാത്രം ഇതങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന സാധനമല്ല. ഇത് ആ മേഖലയിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണും കാര്യങ്ങളൊക്കെ വാരി എടുത്ത് ഇത് പല തരത്തിലുള്ള പ്രോസസ്സിംഗിൽ ഇട്ടിട്ട് വേണം തരംതിരിച്ചെടുക്കാൻ. അതിന് ഒരുപാട് പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൈന ആണെങ്കിൽ ഏതാണ്ട് 70 ബില്യണോളം പാകിസ്ഥാന്റെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 50 ബില്യൺ ശരിക്കും ആ ഒരു ബലൂചിസ്ഥാൻ മേഖലയിൽ തന്നെ ആ ഒരു പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, ഏതാണ് ഗ്വാദാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഫണ്ട് ചൈന അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പെട്ടെന്ന് അമേരിക്കയെ കൊണ്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവിടുത്തെ റെയർ എർത്ത് എലമെന്റ്സ് എല്ലാം തന്നെ അമേരിക്കയ്ക്ക് കൊടുത്തു കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചൈന അത് സമ്മതിക്കില്ല. അപ്പൊ അതായത് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ 2 സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യങ്ങളെ വെച്ച് കളിക്കുകയാണ്. ഈ കളി അവസാനം പാകിസ്ഥാന് വിനയായിത്തീരും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അസീം മുനീർ പാകിസ്ഥാനെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. IMF-ലാണെങ്കിൽ ഇപ്പൊ ഡീഫോൾട്ട് ആണ്. ആ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്ന അവസ്ഥയിൽ 27ാമത്തെ പ്രാവശ്യം പാകിസ്ഥാൻ IMF-ന് ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ് ബെയിൽ ഔട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അമേരിക്ക ഓൾറെഡി കളി തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ ചൈന അതുകൊണ്ട് തന്നെ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യ ഇതിന്റെ ഇടയ്ക്ക് ആൻഡമാൻ നിക്കോബാറിൽ നമുക്കുള്ള റോയൽ റിസർവിനെ കുറിച്ചുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിത് മുമ്പ് തന്നെ ഉള്ളതാണ്. അത് ഒന്നുകൂടെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, പാകിസ്ഥാൻ കൂടുതൽ ഇങ്ങനെ നീളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുപരിയായിട്ട് നമ്മളിങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് പല രീതിയിലുള്ള സെറ്റപ്പുള്ള ആൾക്കാർ വരും. അത് യൂറോപ്യൻ സൈഡിൽ നിന്ന് വരാം, അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരാം. ഏത് രൂപത്തിൽ വരും എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് മാറും. കാർബൺ എമിഷൻ കുറയ്ക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ട്രൈബ്യൂണൽ ഏരിയയാണ്. അപ്പൊ അവിടെ പോയി ഈ രീതിയിലുള്ള ഖനനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പല രാജ്യങ്ങളും വരും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെ വരുന്നു, ആർക്കൊക്കെയാണ് ഇതുകൊണ്ടുള്ള കുഴപ്പം. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ കാലാകാലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് ഇങ്ങനെ പുറത്തുവിടുന്നത്. ഇതാണ് വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ പെട്ടിയിൽ 5-6 കല്ലുകളുമായിട്ട് പോയി ഈ പാകിസ്ഥാന്റെ 2 പ്രതിനിധികളും വൈറ്റ് ഹൗസിൽ നിൽക്കുന്നത് ട്രംപിന്റെ അടുത്ത് പാകിസ്ഥാനെ വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ പാകിസ്ഥാൻ വിൽപ്പനയ്ക്ക്, അത് തന്നെയാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.